നമ്മുടെ മുറ്റത്തുണ്ടായ മാവിലെ മാങ്ങ കൊണ്ട് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കി വയ്ക്കാം. മഴക്കാലം അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് മാങ്ങാ സീസൺ അങ്ങ് കഴിയുമല്ലോ. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് നമ്മുടെ ഇഷ്ടത്തിന് കുടിക്കാമല്ലോ. കൂടാതെ നമ്മുടെ മുറ്റത്ത് തൊടിയിലുണ്ടായ കുറച്ച് മഞ്ഞൾ കൊണ്ട് കുറുക്കുമീൻ കളയാതെ ഉള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള മഞ്ഞൾ പൊടി എങ്ങനെ ഉണ്ടാക്കാമെന്നും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഇത് മൊത്തവും കാണണേ. ആ മാങ്ങ നമ്മൾ ചെത്തി വൃത്തിയാക്കി അരിഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തതാണ്. എന്നിട്ടത് നമുക്കൊരു മിക്സി എടുത്തിട്ട് കുറച്ച് വീതം അതിനകത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അതായത് നാരുകളില്ലാത്ത രീതിയിൽ അരച്ചെടുക്കുക. അത് ഈ പരുവത്തിലിരിക്കണം. എന്നിട്ടതിന് ബാക്കിയുള്ളതും കൂടെ നമ്മളൊന്ന് അടിച്ചെടുക്കുക. എല്ലാം കൂടെ ഇപ്പം മാംഗോ ജ്യൂസ് ആക്കുന്നില്ല, നമ്മൾ കുറച്ചെടുത്തിട്ട് തൽക്കാലത്തേക്ക് അതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് മാംഗോ ജ്യൂസ് ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കിക്കൊള്ളുക. എടുത്തതിനേക്കാൾ 2 ഇരട്ടി വെള്ളം ചേർക്കണം. നല്ല പേസ്റ്റായിട്ടിരിക്കില്ല, ഇങ്ങനെ തന്നെ കുടിക്കാനൊക്കെ ഇല്ലല്ലോ. അപ്പം അതിനകത്തേക്ക് 2 ഇരട്ടി വെള്ളവും ചേർത്ത് നല്ലപോലെ ഡയലൂട്ടാക്കണം. എല്ലാം ഇളക്കി എല്ലാം ഒരുപോലെ ആവുന്ന രീതിയിൽ കലക്കി മിക്സ് ചെയ്തെടുത്തുക. എന്നിട്ടത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കും. നമ്മൾ നന്നായിട്ട് തിളച്ചങ്ങ് പൊന്തി വരരുത്. നല്ല തിള വരുമ്പോൾ തന്നെ അതങ്ങ് നിർത്തുക. കാരണം എന്ന് പറഞ്ഞാൽ ഒത്തിരി തിളയ്ക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് വീണ്ടും ഈ പരുവാകും. ഇപ്പം നല്ലപോലെ കലക്കിയെടുത്തതാണേ. എന്നിട്ടിത് നമുക്ക് അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കണം. അപ്പോൾ 1 കപ്പ് പഞ്ചസാര കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നു. നല്ല മധുരമുള്ള മാങ്ങയാണ്, അതിന് വലിയ പഞ്ചസാരയുടെ ആവശ്യമില്ല, എങ്കിലും ഞാൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി വെള്ളം ചേർക്കുകയോ അല്ലെ ഐസ് ക്യൂബൊക്കെ ഇടാമല്ലോ. അപ്പം മധുരത്തിന് കുറവ് വരാതിരിക്കാൻ വേണ്ടി അത്രയും പഞ്ചസാര കൂടെ ചേർത്ത് എന്നിട്ടത് അടുപ്പ് വെച്ച് നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കാരണം ഇല്ലെങ്കിൽ അവിടെ ഇവിടെ കട്ട പോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കിട്ടുകയില്ല. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇത്രയും പരുവത്തിലും മതി, അല്ല ഒരുപാട് തിളച്ച് പോകാൻ അനുവദിക്കേണ്ട. എന്നിട്ട് നമുക്കത് തണുക്കാൻ അനുവദിക്കാം. എന്നിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് തണുത്തിട്ട് ഒരു ജാറിലേക്ക് ഞാൻ ഒഴിച്ച് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാനാണ്. ഉണ്ടോ? ഇതിങ്ങനെ തണുത്തപ്പോൾ അതിനകത്തൊഴിച്ച് അടച്ച് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. നമുക്ക് എപ്പോഴാണോ ആവശ്യം, അപ്പം അത്രയും കട്ടിക്ക് കുടിക്കണ്ടെങ്കിൽ അപ്പോഴും വേണേൽ വെള്ളം ചേർത്ത് കുടിക്കാം, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ കുടിക്കാം. ഇനി നമുക്ക് മഞ്ഞൾ ഉണക്കി എടുക്കുന്ന എങ്ങനെ, നമ്മുടെ വീട്ടിൽ പിടിച്ച മഞ്ഞളാണ്. വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ ഉണക്കി ചിരണ്ടി വൃത്തിയാക്കിയിട്ടാണേ. അതൊക്കെ എടുത്താൽ വീഡിയോ അങ്ങ് ലോങ് ആവും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടല്ലേ. എന്നിട്ടതിനെ നമ്മൾ ഒരു അപ്പച്ചെപ്പ് പോലെ എന്ന് വെച്ചാൽ അടിയിൽ വെള്ളം വെച്ചിട്ട് ഒരു കുട്ടയുള്ള പാത്രത്തിൽ അത് എടുത്ത് ആവിയിൽ പുഴുങ്ങിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്കിതിൻ്റെ കുറുക്കുമീൻ പോകത്തൊന്നുമില്ല. ഇതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള പൊടിയായിരിക്കും നമുക്ക് കിട്ടുക. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനകത്ത് എന്തെങ്കിലും മായം ചേർത്തിട്ടൊക്കെ ഉണ്ടാവത്തില്ലേ. ഇതാകുമ്പം നമുക്ക് വിശ്വാസത്തോടു കൂടി നമ്മുടെ വീട്ടിൽ പിടിച്ചതാണ്. ഇനി നോക്കണം, ഇത് വെന്തതിനകത്തുനിന്ന് ഒരു തുള്ളി പോലും അതിൻ്റെ ഗുണം താഴേക്ക് വെള്ളത്തിലേക്ക് പോയിട്ടേ ഇല്ല. മറ്റത് പുഴുങ്ങി അതിൻ്റെ വെള്ളം വേറെ മാറി ഇതിനകത്തു നിന്നുള്ള ചണ്ടി പോലുള്ള സാധനങ്ങളാണ് നമുക്ക് പൊടിച്ച് കിട്ടുന്നത്. ഇതാകുമ്പോൾ വെയിലത്ത് വെച്ച് നമ്മൾ നന്നായിട്ട് ഉണങ്ങി അതിനെ കൊണ്ടുവന്നിട്ട് ജാറിലേക്ക് കുറേശ്ശെ ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. നല്ല മഞ്ഞളാണെങ്കിൽ ഇത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പാലിനകത്ത് അല്പം ഇട്ട് കൊടുത്താൽ നല്ലതാണ്. അതുപോലെ മുഖത്ത് തേക്കണമെന്നുള്ളവർക്കും എടുക്കാം, വിശ്വാസത്തോടെ എടുക്കാമല്ലോ. നമ്മുടെ വീട്ടിലുണ്ടാക്കിയതല്ലേ. ഇത് നന്നായിട്ട് പൊടിഞ്ഞില്ല, ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. നന്നായിട്ട് പൊടിച്ച് ഒരു ടിന്നിലാക്കി വെച്ചാൽ എത്ര കാലം വേണമെങ്കിലും കേടില്ലാതിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വിശ്വസിച്ചെടുക്കുകയും ചെയ്യാം. ഉണ്ടോ? നല്ല ഫൈൻ പൗഡറാക്കി നമ്മളൊരു ടിന്നിനകത്തേക്കാക്കി വയ്ക്കുക.
നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. വീട്ടിലൊരു 5 6 മൂട് നിർത്തിയാൽ മതി. നമുക്കൊരു വർഷത്തേക്കൊക്കെയുള്ള പൊടി അതിൽ നിന്ന് കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.